കലിയുഗമായിരുന്നു. നല്ല സത്യം പറ അവാർഡ് പാടായിരുന്നു ഇതിലും നല്ലത്. എന്നെ അപ്പുറത്ത് അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു വെറുതെ വന്നയോ പോയി ഈ പൈസയ്ക്ക് പോയി ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു. ക്യാരക്ടറായിട്ട് തന്നെ പുള്ളി അസാധ്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. മലയാളത്തിൽ മമ്മൂക്കൊക്കെ അത് സാധ്യമാവുള്ളത്. കലിയുഗമായിരുന്നു. നല്ല സത്യം പറ അവാർഡ് പാടായിരുന്നു ഇതിലും നല്ലത്. സത്യം ഉറങ്ങിയില്ല, എനിക്ക് തലവേദന എടുക്കുന്നത് കണ്ടിട്ട്. സത്യം അങ്ങനെ ഉറങ്ങിയില്ല, പക്ഷെ എനിക്ക് തലവേദന എടുത്തത് കണ്ടിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പകുതി ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു. എനിക്ക് പേടിച്ചു പോയി. ഉറങ്ങിയില്ല, ഞാൻ പേടിച്ചു പോയി. വേറെ ഒന്നും പറയാനില്ല എനിക്ക്. ആ നഷ്ടപ്പെട്ടു. കുഴപ്പമില്ലായിരുന്നു. എടുത്തു വിടാൻ ഇവർ 3 പേരേ ഉള്ളായിരുന്നു. ശരിക്കും സിനിമ ഒരു ലൂപ്പ് പോലെയാണ്. നമുക്ക് മനസ്സിലാവും എന്നാൽ മനസ്സിലാവത്തില്ല. കുറേ എനിക്കൊന്ന് ഈ സമയത്ത് ഇന്ന് കണ്ടോണ്ടായിരിക്കും എനിക്ക് ചെറുതായിട്ട് ഉറക്കം വന്നേ. ഇത് ഹോപ്പ് ഉണ്ടായിട്ട് തന്നെ വന്നതാണ്. ഒരാഴ്ച എന്തോ അല്ലേ റിലീസായിട്ട്, അതുകൊണ്ട് വന്നതാണ്. കൊള്ളാം. റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നല്ലതാന്നൊക്കെ വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ എന്നെ അപ്പുറത്ത് അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു വെറുതെ വന്നയോ പോയി ഈ പൈസയ്ക്ക് പോയി ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഞാനിപ്പോൾ ഫോണിലോ ടി വിയിലോ കണ്ടായിരുന്നേ ഫുള്ള് കണ്ട് തീർക്കത്തില്ലായിരുന്നു. ഞാൻ പൈസ കൊടുത്ത് കണ്ടുകൊണ്ട് കണ്ടായിരുന്നു. മൊത്തം കണ്ട് തീർക്കത്തില്ല. അതോ ആക്ടിങ് ഒക്കെ കൊള്ളാം. അവാർഡ് പടമില്ലേ അത് കൊള്ളായിരുന്നു. നൈസ് പടമായിരുന്നു. എനിക്ക് എടുത്തു പറയാനുള്ളത് ഇവരുടെ ആക്ടിങ്ങിനെ പറ്റിയാണ്. എല്ലാവരുടെയും ആക്ടിങ്ങും എക്സ്പെഷ്യലി മമ്മൂട്ടി സാറിൻ്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പഴയ കാല 90s സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്ച്വലി എനിക്ക് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ലൈക്ക് എനിക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലായോ എന്ന് വെച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല, എന്നാലും എൻജോയ് ചെയ്തു ആ ഫിലിം. നല്ല രസമുണ്ടായിരുന്നു. നല്ല സിനിമ അടിപൊളിയാമോ. മമ്മൂട്ടി അടിപൊളിയായിരുന്നു. ഞാൻ 2ാമത്തെ തൊട്ടാണ് കണ്ടത്. നല്ല ഫിലിമായിരുന്നു. നല്ല സൂപ്പർ. നന്നായിട്ടുണ്ടോ മമ്മൂട്ടി? രജിസ്ട്രേഷനും കൊള്ളാം. എല്ലാവരും കൊള്ളാം. നന്നായിട്ടുണ്ട്. കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. നമുക്ക് ഭയങ്കര അഭിനയമായിരുന്നു. കൊള്ളായിരുന്നു. ഓടിക്കൊണ്ടു അങ്ങോട്ടേ അടിപൊളിയായിരുന്നു. എടുത്തുറയത്തൊക്കെ മറ്റേ അർജുൻ അഭിനയം നല്ലതായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിനയം നന്നായിട്ടുണ്ട്. എടുത്തു പറയുന്നത് മമ്മൂട്ടിയുടെ അഭിനയം തന്നെയാണ്. നെഗറ്റീവ് വളരെ ലാഗിങ് ആണ് പടം, വളരെ സ്ലോ ആണ് പടം. അതന്നെയുള്ളൂ. മമ്മൂട്ടിയുടെ ഒരു അഭിനയം അത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര രസമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഡിഫറെൻറ്റ് തീമാണ് കാണുന്നത്. വളരെ രസമുണ്ടായിരുന്നു. മമ്മൂക്ക ശരിക്കും ഓരോ സിനിമയും എന്താ പറയുക ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ എക്സ്ട്രീംലി ഗുഡ് നല്ല സിനിമ. അതെ, പുള്ളി കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് ഭാഷയിലാണെങ്കിലും ശരിക്കും പ്രാദേശിക ഭാഷ ഏറ്റവും നന്നായിട്ട് പറയുന്ന ഒരു നടനാണ് മമ്മൂക്ക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ ഏത് ജില്ലയിലെ ഭാഷ വേണമെങ്കിലും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഈ ക്യാരക്ടറായിട്ട് തന്നെ പുള്ളി അസാധ്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അതുപോലെ അർജുൻ അശോകൻ ഗംഭീർ, സിദ്ധാർത്ഥൻ നന്നായിരിക്കുന്നു. എനിക്ക് ആർട്ട് ഡയറക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളതൊക്കെ നമ്മളങ്ങ് മറന്നു പോകുന്നു എന്നുള്ളതാണ്. ആർട്ട് ഡയറക്ഷൻ ഗംഭീരമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മളിലുണ്ടാക്കുന്ന ഒരു ഫീല് വളരെ വലുതാണ്. എല്ലാം കൊണ്ട് ബ്യൂട്ടിഫുൾ മൂവി. ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ ഒരു നല്ല മൂവിയാണ്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു മൂവിയാണ്. ഭയങ്കര ജെൻറ്റിൽ. അത് നമ്മൾ ഒരു നടന്മാർക്കും പറ്റില്ല എന്ന് പറയാൻ വയ്യ. പക്ഷെ മലയാളത്തിൽ മമ്മൂക്കൊക്കെ അത് സാധ്യമാവുള്ളത്. വെറൈറ്റി വേഷങ്ങൾ. ഇപ്പോൾ മമ്മൂക്കയുടെ ഈ 2023-24 ഇറങ്ങിയ പടങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. എല്ലാം ഞാൻ കണ്ട പടങ്ങളാണ്. വളരെ നല്ല പടങ്ങളായിരുന്നു.